വളരെ മുമ്പ് തന്നെ നമ്മൾ പ്രവചിച്ചിരുന്ന കാര്യമാണ്. കേന്ദ്ര മന്ത്രിസഭയിലും BJPയുടെ നേതൃത്വത്തിലും വലിയൊരു മുഖം മിനുക്കൽ നടക്കും എന്നുള്ളത്. അത് പക്ഷേ ജൂൺ 16 ശേഷം നടക്കും എന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അതുണ്ടായിട്ടില്ല. പക്ഷേ മൺസൂൺ സെഷന് മുമ്പ് തന്നെ മൺസൂൺ സെഷൻ ഓഫ് പാർലമെൻറ്റ് ആരംഭിക്കുന്നത് ജൂലൈ 21. ആ 21 മുമ്പ് തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ വമ്പിച്ച ഒരു അഴിച്ചുപണി, അതിനോട് അനുബന്ധമായി തന്നെ പാർട്ടിയിലും ഒരഴിച്ചുപണി നടക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും ബന്ധപ്പെട്ടതാണ്. മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർ വെറുതെ ഇരിക്കുന്നില്ല, അവർ പാർട്ടിയുടെ സംഘടനാ ചുമതലകളിൽ വ്യാപൃതരാകും. പാർട്ടിയിൽ നിന്ന് പുതിയ ആൾക്കാരെ, പ്രത്യേകിച്ചും അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, ഗോവ, പഞ്ചാബ്, മണിപ്പൂർ തുടങ്ങിയ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഇൻഡക്റ്റ് ചെയ്യാനാണ് സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നത്. ഇതിന് നിദാനമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യ തെളിവ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം BJPയിലെ 3 മുതിർന്ന നേതാക്കൾ 3 മണിക്കൂർ നേരം എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു ദൈർഘ്യമാണത് ചർച്ച നടത്തിയത്. ആ ചർച്ച എന്ന് പറയുന്നത് വെറുതെ കുശലം പറച്ചിലല്ല, വളരെ ഗൗരവമേറിയ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, അതുപോലെ തന്നെ പെർഫോമൻസ് ബേസ്ഡായിട്ട് കേന്ദ്രസഭയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഉള്ള മുഖം മിനുക്കലാണ് ഉണ്ടായിട്ടുള്ളത്. മുഖം മിനുക്കലിന് വേണ്ടിയുള്ള ചർച്ചകളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. ആ യോഗത്തിൽ പങ്കെടുത്തത് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള നിതിൻ നബീൻ എന്ന 45 വയസ്സുകാരൻ, അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി BL സന്തോഷ്, അമിത് ഷാ എന്നിവരാണ്. അമിത് ഷായാണ് ഇത്തരം കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത്. ആ ഒരു യോഗത്തിന് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ അത്രയൊന്നും പ്രാധാന്യം കൊടുത്തു കണ്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ യോഗം നടന്നത്. ആ യോഗത്തിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്തു വിടത്തില്ല, എന്താണ് ചർച്ച ചെയ്തതെന്നും പുറത്ത് നമ്മൾ അറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ ഊഹിക്കുന്നത് വമ്പിച്ചൊരു മാറ്റം അഴിച്ചുപണി നടക്കാൻ പോകുന്നു എന്നാണ്. ഇപ്പോൾ ഇതിനെ നമുക്ക് സാഹചര്യ തെളിവ് വെച്ച് അനലൈസ് ചെയ്യാവുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ്. ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കും എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വകുപ്പ് മാറ്റുക തന്നെ ചെയ്യും. കാരണം വിദ്യാഭ്യാസ അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷി വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ കീഴിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുന്നത്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നീറ്റ് പരീക്ഷ സംഘടിപ്പിച്ചത്. അത് വല്ലാത്ത ഒരു വേദനയായിപ്പോയി നമ്മുടെ വിദ്യാർത്ഥികൾക്ക്. മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികൾ ഇത് വലിയ ഒരു വികാരമായിട്ട് തന്നെ ഉൾക്കൊള്ളുകയും രാഷ്ട്രീയമായിട്ട് തന്നെ അതിനെതിരെ ഒരു പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. അതിനെ തുടർന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇതിനെതിരെ ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം മങ്ങിപ്പോയി. പ്രതിഷേധം എന്ന് പറയുന്നത് പൊളിഞ്ഞുപോയ ഒരു പ്രതിഷേധമായിരുന്നു അത്. പക്ഷേ അതിന് ജീവൻ വെപ്പിച്ചത് ഈ നീറ്റ് പരീക്ഷയിലുണ്ടായിട്ടുള്ള പാളിച്ചകളാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു മുദ്രാവാക്യം അവർ മുഴക്കിയത് കൊണ്ടാവാം ജൂൺ 16 ഈ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായിരുന്നത്. അതിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു. മാറ്റുക എന്ന് പറഞ്ഞാൽ വകുപ്പ് മാറ്റമായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ ചുമതലയായിരിക്കും. അല്ലാതെ ആരും പിണങ്ങി പോവുകയോ പിരിച്ചുവിടുകയോ അങ്ങനെയുള്ള സംഭവങ്ങൾ BJPയിൽ ഉണ്ടാവാറില്ല. നമുക്കറിയാം, കോവിഡ് കാലത്ത് വളരെയധികം ആരോപണങ്ങൾ ഉണ്ടാവുകയുണ്ടായി. ആ ആരോപണങ്ങളൊക്കെ ഉണ്ടായത് അന്നത്തെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ ഹർഷ് വർദ്ധനായിരുന്നു. ഡോക്ടർ തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ പരാജയമായിരുന്നു. ഡോക്ടർ എന്നുള്ള നിലയിൽ വിജയമായിരിക്കാം. അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് മൻസുഖ് മാണ്ഡവ്യയെ കൊണ്ടുവന്നത്. ആ മൻസുഖ് മാണ്ഡവ്യയെ മാറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ മുൻ
BJP പ്രസിഡൻ്റായിട്ടുള്ള JP നഡ്ഡയാണ് ഇപ്പം ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ സ്വാഭാവികം. ഇതുപോലൊരു മാറ്റം വീണ്ടും ഉണ്ടാകുമോ? ഇപ്പോൾ സാമ്പത്തിക വളർച്ച ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഇന്ത്യ തുടരുകയാണ്. അപ്പോഴും വലിയൊരു വിവാദം നമ്മൾ കേൾക്കുന്നത് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനെ മാറ്റും എന്നുള്ളതാണ്. അതിനു പകരം RBI ഗവർണർ ആയിരുന്ന ശശികാന്തിനെ അവിടെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റൊരു റൂമർ, അതും ഒരു സ്പെക്കുലേഷനാണ്, പീയൂഷ് ഗോയൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും യൂറോപ്യൻ ഫ്രീ ട്രേഡ് കൺട്രീസുമായിട്ടും ബ്രിട്ടനുമായിട്ടും ഒക്കെ അമേരിക്കയുമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുകൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UAE ഇതുമായിട്ടൊക്കെ വളരെ വിജയകരമായ രീതിയിൽ ഇത് നിർവഹിച്ചു പോരുന്ന, ചർച്ചകൾ നടത്തിപ്പോരുന്ന, ഇന്ത്യയുടെ ഭാഗം ശക്തമായിട്ട് ആർഗ്യൂ ചെയ്യുന്ന, വിലപേശുന്ന, ബാർഗെയിൻ ചെയ്യുന്ന പീയൂഷ് ഗോയൽ ധനകാര്യമന്ത്രിയാകും. അപ്പം അതോടൊപ്പം തന്നെ നിർമ്മല സീതാരാമനെ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ധർമ്മേന്ദ്ര പ്രധാന് പകരം ഇവിടെ നിർമ്മല സീതാരാമൻ വരുന്നു എന്നൊരു കാര്യവും കേൾക്കുന്നുണ്ട്. ഇതിലൊക്കെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, മധ്യപ്രദേശിലെ BJPക്ക് വലിയ വെല്ലുവിളിയായിട്ടുള്ള ദിഗ്വിജയ് സിംഗ് ഒരു പക്ഷേ ഒരു ടോപ്പ് പോസ്റ്റിൽ, അത് ഏതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എത്താൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. കാരണം അവിടുത്തെ മുഖ്യമന്ത്രി മോഹൻ യാദവിനെതിരെ വലിയൊരു അഴിമതി അവിടുത്തെ PCC പ്രസിഡൻ്റായിട്ടുള്ള പ്രീതം ലോധി ഉന്നയിക്കുകയുണ്ടായി. അതിതാണ് 500 കോടി രൂപ വില വരുന്ന വസ്തു അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള മോഹൻ യാദവ് തൻ്റെ കുടുംബത്തിൻ്റെ ഒരു ട്രസ്റ്റിന് വേണ്ടി കേവലം 1 രൂപയ്ക്ക് വിറ്റു എന്നുള്ള ആരോപണമാണ്. ഇത് BJP എപ്പോഴും RSSൻ്റെ പേരിൽ വെല്ലുവിളിച്ചിട്ടുള്ള ദിഗ്വിജയ് സിംഗ് തള്ളിക്കളഞ്ഞു. അതോടുകൂടി ആ അഴിമതിയുടെ മുനകൾ മുഴുവൻ ഒടിഞ്ഞു. ആ ഒടിച്ചു കൊടുത്തതിനെ തുടർന്നാണ് BJPയുടെ അവിടുത്തെ നേതാവായിട്ടുള്ള പ്രധാൻ എന്ന് പറയുന്ന ആൾ ദിഗ്വിജയ് സിംഗിനെ BJPയിലേക്ക് ക്ഷണിച്ചത്. രാജകീയമായ പദവി നൽകാമെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഇനി 1 വർഷത്തിനപ്പുറം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ രാഷ്ട്രപതി സ്ഥാനത്തേക്കാണോ അദ്ദേഹത്തെ നിർദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അത്തരം ഒരു ഓഫർ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി തന്നെയല്ല 7 സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു സെലക്ഷൻ, തിരഞ്ഞെടുപ്പല്ലാതെ തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ആ മന്ത്രിമാരാരൊക്കെ ആയിരിക്കണം എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അത് മാറുകയേ പറ്റൂ, അത് മാറേണ്ടതാണ്. സമയം മാത്രമാണ് നമുക്കിപ്പോൾ സംശയമായിരുന്നു. അതിപ്പോൾ നമ്മുടെ മൺസൂൺ സെഷന് മുമ്പായിട്ട് അത് ആരംഭിക്കുക ജൂലൈ 21. കാരണം വടക്കേ ഇന്ത്യയിലൊക്കെ മൺസൂൺ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ജൂലൈ മാസമാണ്, നമ്മളതുപോലെ ജൂൺ മാസത്തിലല്ല. ആ സമയത്തേക്കാണ് ഇത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതുപോലെ തന്നെ പഞ്ചാബിൽ നിന്ന് തരുൺ ചുങ്, അതുപോലെ തന്നെ രാഘവ് ചദ്ദ തുടങ്ങിയവർക്കും പ്രമുഖ സ്ഥാനം മന്ത്രിസഭയിൽ കിട്ടും എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതിലൊക്കെ വളരെ പ്രധാനം, ഇപ്പോൾ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരിക്കുന്ന രവീത് സിംഗ് ബിട്ടു എന്ന് പറയുന്ന ആൾക്ക് ഉയർന്ന ഒരു പോസ്റ്റ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ഈ ബിട്ടു എന്ന് പറയുന്നത് കോൺഗ്രസ്സിലിരുന്നപ്പോൾ ഭീകരവാദം, പ്രത്യേകിച്ചും ഖാലിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ ആഞ്ഞടിച്ച ഒരു വ്യക്തിയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ആയിട്ടുള്ള ബിയാൻ സിംഗ് ഭീകരവാദികളുടെ സൂയിസൈഡ് ബോംബ് അറ്റാക്കിൽ മരിച്ച രക്തസാക്ഷിയായ ആളുമാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തെയാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി കളിയാക്കിയ ഞാൻ വഞ്ചകൻ എന്ന് പറഞ്ഞ് പേര് വിളിച്ച്, മന്ത്രിയാണെന്നൊന്നും കൂട്ടാക്കിയില്ല, അദ്ദേഹം തിരിഞ്ഞു എന്നും മറുപടി പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെയുള്ള പൗരുഷശാലിയായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ രാജ്യസഭയിൽ രാജസ്ഥാനെ പ്രതിനിധീകരിച്ചാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഉയർന്ന ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരും. അത് തീർച്ചയായിട്ടും പഞ്ചാബിലെ BJPയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. ആ രീതിയിൽ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ശരി, മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൻ്റെ കാര്യം
നമ്മൾ വിട്ടുപോയി. കേരളത്തിൽ നിന്ന് ഒരാൾ എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ കെ സുരേന്ദ്രൻ്റെ പേര് നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഈ ലിസ്റ്റിലില്ലെന്നറിയാൻ കഴിയുന്നു. പകരം ഇനി ആരാണ് വരുന്നതെന്നുള്ളത് നമുക്കറിയില്ലെങ്കിലും ശോഭാ സുരേന്ദ്രൻ വരുമെന്നുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾ കേൾക്കുന്ന റൂമറുകൾ മാത്രമാണ്. പക്ഷേ അതിൻ്റെ സാധ്യത പരിശോധിച്ചപ്പോൾ അവർക്കൊരു 10% സാധ്യത മാത്രമാണ് ഉള്ളത് എന്നാണ്. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല, നോമിനേറ്റ് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു 10% സാധ്യത കാണുന്നു. BJP എന്ന് പറയുന്ന സർപ്രൈസുകളുടെ പാർട്ടിയാണ്. ഒരുപക്ഷെ ഇവരാരുമല്ലാത്ത ഒരു സർപ്രൈസായിട്ടുള്ള സ്ഥാനാർത്ഥിയെ അവിടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവും. അത് ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ഒരു ഫൈനലിൻ്റെ മുമ്പായിട്ടുള്ള ഒരു സെമി ഫൈനൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി BJPക്ക് ഗുണകരമാവുന്ന തരത്തിലുള്ള ഒരു സെലക്ഷനായിരിക്കും നടക്കുക എന്നുള്ളത് ഏറെക്കുറെ വ്യക്തവുമാണ്.